ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 1 ലെസൺ 2 സാഫ് സഫായി മേം ഔവൽ ഗാവ്. ഇതിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് ഈ പാഠത്തിലെ മീനിങ്സ് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ വരുന്ന കുറച്ച് വാക്കുകളുടെ മീനിങ്സ് ആണ് ആദ്യം പറയുന്നത്. സാഫ് സഫായി ക്ലീൻലിനെസ്, ഔവൽ ഫസ്റ്റ്, ഗാവ് വില്ലേജ്, കച്ചര ഗാർബേജ് ഓർ വേസ്റ്റ്, ഫേങ്ക്ന ടു ത്രോ എറിയുന്നില്ലേ അതിനാണ് ഫേങ്ക്ന എന്ന് പറയുന്നത്. ഇസ്തമാൽ യൂസ്, ചുന ഗയ സിലക്റ്റഡ്, ഖാസിയത്ത് സ്പെഷ്യാലിറ്റി, സാരി ഓൾ, ഗാവ് വാലെ വില്ലേജേഴ്സ്, ഖുദ് സെൽഫ്, സ്വച്ഛത ക്ലീൻലിനെസ്, പ്രശാസൻ അഡ്മിനിസ്ട്രേഷൻ, നിർഭർ ഡിപ്പെൻഡ്, സാൽ ഇയർ. സെക്കൻഡ് പാരയിൽ വരുന്ന കുറച്ച് വാക്കുകളാണ്. പ്രതിബന്ധിത് പ്രൊഹിബിറ്റഡ്, ജഗ പ്ലേസ്, ഭാസ് ബാംബു, ഡസ്റ്റ്ബിൻ അതിൻ്റെ അർത്ഥം ഡസ്റ്റ്ബിൻ തന്നെയാണ്, മഹിള വുമൺ, പുരുഷ് മാൻ, ബച്ചോ ബച്ച ചൈൽഡ്, ഗന്ദഗി ഡേർട്ട്, ഫോറൻ ഇമ്മീഡിയറ്റ്ലി, സഫായി ക്ലീൻലിനെസ്. അടുത്ത മീനിങ് ജാഗരൂകത അവയർനെസ്, അന്താസ ഗസ്, ബാത്ത് തിങ്, സഡക് റോഡ്, നസർ സൈറ്റ്, ഡാൽന ടു പുട്ട്, ആഗെ ബഡ്ന ടു മൂവ് ഫോർവേഡ് മുന്നോട്ട് പോകുക എന്നൊക്കെ അർത്ഥം. കൂടെ കച്ചറെ അതും വേസ്റ്റ് ഓർ ഗാർബേജ് തന്നെയാണ്. ഇക്കട്ട കളക്ട്, ഖേത്തി ഫാമിംഗ്, ഖാദ് മാന്യുവർ, ഇസ്തമാൽ യൂസ്. സാൽ ഇയർ, ഹേജെ കോളറ, ബീമാരി ഡിസീസ്, ബൂരി തരഹ് ഇൻ എ ബാഡ് വേ, ജക്കഡ്ലിയ സീസ്ഡ് ബോൺ ടൈറ്റ്ലി എന്ന് വെച്ചാൽ ആ രോഗം അവരെ മുറുകെ പിടിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് അവിടെയെല്ലാം പടർന്നു എന്നുള്ള മീനിങ്. ഛുട്കാര പാന ടു ഗെറ്റ് റിഡ് ഓഫ്, ഏക് മാത്ര ഓൺലി, ഉപായ് സൊല്യൂഷൻ, പൂർവജവും ആൻസിസ്റ്റേഴ്സ് നമുക്ക് മുന്നേ ജീവിച്ചിരുന്നവരെയാണ് പൂർവജം എന്നൊക്കെ പറയുന്നത്, ആൻസിസ്റ്റേഴ്സ്. ഗാന ഫുഡ്, ഘർ ഹൗസ്, ജമീൻ ലാൻഡ്, ശരീർ ബോഡി, ജരൂരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടെക്സ്റ്റിലെ ആദ്യത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻ ആണ്. യഹാ ഗാവ് വാലോं की कौन सी മനോദശ പ്രകട് ഹോത്തി ഹേ. യഹാ ഇവിടെ ഗാവ് വാലോं की ഗ്രാമവാസികളുടെ कौन सी മനോദശ എന്ത് മനോഭാവമാണ് പ്രകട് ഹോത്തി ഹേ വ്യക്തമാകുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാമല്ലേ, അവർ നല്ല വൃത്തിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ വീടും പരിസരവും അവരുടെ ഗ്രാമം ഫുള്ളും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? യഹാം ഗാവ് വാലോं की स्वच्छता के प्रति ജാഗരൂകത പ്രകട് ഹോത്തി ഹേ. യഹാം ഇവിടെ ഗാവ് വാലോं की ഗ്രാമവാസികളുടെ സ്വച്ഛതയ്ക്ക് പ്രതി അവരുടെ വൃത്തിയെക്കുറിച്ചുള്ള ശുചിത്വത്തെക്കുറിച്ചുള്ള ജാഗരൂകത പ്രകട് ഹോത്തി ഹേ അവബോധം അവയർനെസ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു. വേ ഖുദ് ഹി സഫായി കർത്തെ ഹേ और प्लास्टिक का उपयोग नहीं करते. वे खुद ही सफाई करते हैं അവർ തനിയെ ആണ് എല്ലാം സ്വയം ആണ് എല്ലാം വൃത്തിയാക്കുന്നത്. और प्लास्टिक का उपयोग नहीं करते പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതാണ് ആദ്യത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय हैं. ജീവൻ മേ ജീവിതത്തിൽ നിരോഗ് രഹനെ കെ ലിയെ അസുഖം നിരോഗം എന്ന് വെച്ചാൽ എന്താണ്, രോഗമൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ സഫായിക്ക് അലാവ ശുചിത്വം കൂടാതെ വൃത്തി കൂടാതെ ക്യാ ക്യാ ഉപായ ഹേ പിന്നും വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വൃത്തി ഒരു കാര്യമാണ് അല്ലേ, ശുചിത്വം. അതല്ലാതെ നമുക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ വേറെ എന്തൊക്കെ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. आंसर जीवन में निरोग रहने के लिए सफाई के अलावा
नियमित व्यायाम करना, संतुलित और पौष्टिक भोजन खाना और पर्याप्त नींद लेना महत्वपूर्ण है. जीवन में ഒന്നുകൂടി നോക്കാം. ജീവൻ में നിരോഗ് रहने के लिए ജീവിതത്തിൽ അസുഖമൊന്നും രോഗമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ സഫായിക്ക് അല്ലാവ ശുചിത്വം കൂടാതെ വേറെ എന്തൊക്കെ വേണം? നിയമിത വ്യായാം കർണ, എന്ത് ചെയ്യണം? ചിട്ടയായ വ്യായാമം ചെയ്യണം. പിന്നെ സന്തുലിത ഔർ പൗഷ്ടിക് ഭോജൻ ഖാന, സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കണം. പിന്നെ ഔർ പര്യാപ്ത് നീന്ത് ലേന, മതിയായ ഉറക്കം. ഇതെല്ലാം മഹത്വപൂർണ്ണ ഹെ, ഇതെല്ലാം അത്യാവശ്യമാണ് ജീവിതത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. मान ले मावलिनो गाँव में पर्यटक आते हैं, वहाँ सूचना पट है, वह कैसा होगा? മാവ്ലിനോ ഗ്രാമത്തിൽ ടൂറിസ്റ്റൊക്കെ പര്യടകം എന്ന് വെച്ചാൽ ടൂറിസ്റ്റൊക്കെ വരുന്നു എന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? സൂചന പഠേ, ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ എന്തൊക്കെ എഴുതിയിരിക്കും? നിങ്ങളത് എഴുതാനാണ് ആ ഡാഷ് ഇട്ട് ബോക്സ് തന്നിട്ടുള്ളത്. കുറച്ചതിൽ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് തന്നിട്ടുള്ളത്? മാവ്ലിനോ ഏഷ്യ കാ സബ്സെ സാഫ് സുന്ദര ഗാവ്. മാവ്ലിനോക്ക് ഏഷ്യയിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമമാണ്. ധ്യാൻഡേ, ശ്രദ്ധിക്കുക. എന്നിട്ട് 3 പോയിന്റിൽ ഞാൻ 3 പോയിന്റ്സാണ് എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, കൃപയ കച്ചര ഡസ്റ്റ് ബിൻമേ ഡാലേ, ദയവ് ചെയ്ത് വേസ്റ്റ് ഡസ്റ്റ് ബിന്നിൽ ഇടുക. ഫൂൽ പൗധോ കോ നുക്സാൻ ന പഹുഞ്ചായിയേ, പൂക്കളെയും ചെടികളെയും ഒന്നും നശിപ്പിക്കരുത്. പ്ലാസ്റ്റിക് കാ ഉപയോഗ ന കരേ, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അങ്ങനെ 3 പോയിന്റ്സാണ് അതിൽ എഴുതിയിട്ടുള്ളത്. नेक्स्ट क्वेश्चन. पुनर्चक्रण से प्रकृति का बोझ कम हो जाता है. അതായത് പുനർചക്രം എന്ന് വെച്ചാൽ റീസൈക്കിൾ ചെയ്താൽ നമ്മുടെ പ്രകൃതിയുടെ ബോജ് എന്ന് വെച്ചാൽ അതിൻ്റെ ഭാരം കുറച്ച് കുറയും എന്നാണ് പറയുന്നത്. ചർച്ച കർക്കെ പുനർചക്രൻ കി സൂചി തയ്യാർ കരെ. അവിടെ 1 തന്നിട്ടുണ്ട് എക്സാമ്പിൾ, അതുപോലെ വേറൊന്നും കൂടി ചെയ്യാൻ. എന്താണ് ആദ്യം? കൂടെ കച്ചരേസെ കൂടെ കച്ചര വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ഗാദ്. അത് റീസൈക്കിൾ ചെയ്ത് എന്തുണ്ടാക്കാം? ഗാദ്, വളമുണ്ടാക്കാം അല്ലേ? അതുപോലെ നെക്സ്റ്റ് വൺ, ഇസ്തമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക് സേ, ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് എന്തുണ്ടാക്കാം? പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിലുള്ളത് ഉപയോഗിക്കാം. അതാണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർത്ഥക് വാക്യ ബനായേ, അർത്ഥവത്തായ വാക്യങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ 3 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് എല്ലാം ചേർത്താണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതാനാണ്. അതിൽ തന്നെ ഉണ്ട് ആൻസർ എല്ലാം, പക്ഷെ ഇത് എല്ലാം ചേർത്താണ് എഴുതിക്കുന്നത്. അത് ഓരോ വേർഡ്സ് ബൈ വേർഡായിട്ട് എഴുതണം. അപ്പോൾ ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? സാഫ് സഫായി ഹമാരാ ദായിത്വ ഹേ. പിന്നെയോ സ്വച്ഛ് നഹി ഹോഗേ തോ സ്വസ്ഥ് നഹി ഹോഗേ. തൻ ഹോ യാ മൻ സഫായി ജരൂരി ഹെ. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതിൽ തന്നെ ആൻസർ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? സാഫ് സഫായി ഹമാര ദായിത്വ ഹെ. കണ്ടില്ലേ? സാഫ് സഫായി ഒരു വേർഡ്, ഹമാര ഒരു വേർഡ്. അതെങ്ങനെ മാറ്റി എഴുതണം. നെക്സ്റ്റ് വൺ, സ്വച്ഛ് നഹി ഹോങ്കെ തോ സ്വസ്ഥ് നഹി ഹോങ്കെ. നെക്സ്റ്റ് വൺ, തൻ ഹോ യാ മൻ സഫായി സരൂരി ഹെ. നെക്സ്റ്റ് വൺ, നാരാ ഗീത് കോ ആകെ ബഡായേ. മുദ്രാവാക്യത്തിൻ്റെ ഗാനമാണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അവർ 4 വരി തന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വീണ്ടും ഒരു 4 വരി കൂടി എഴുതാം. സ്വച്ഛ് രഹോ തും സ്വസ്ഥ രഹോ. വൃത്തിയായിരിക്കൂ, ആരോഗ്യത്തോടു കൂടി ഇരിക്കൂ. പ്രകൃതി കാ തും അപ്നാലോ. പ്രകൃതിയെ നിങ്ങൾ സ്വീകരിക്കൂ. ഹരിയാലി കാ ഗീത് രചോ തും. പച്ചപ്പിനെക്കുറിച്ചൊരു ഗാനം രചിക്കൂ. ശുദ്ധ ഹവാക്കോ അപ്നാലോ. ശുദ്ധമായ വായു സ്വീകരിക്കൂ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ വീണ്ടും. നദിയോ കോ സ്വച്ഛ് രഖോ തും. നദികളെ വൃത്തിയാക്കി വയ്ക്കുക. പേട് പൗധോ കോ തും അപ്നാലോ. മരങ്ങളെയും ചെടികളെയും നിങ്ങൾ സ്വന്തമാക്കുക. പ്ലാസ്റ്റിക് കോ തും ന കഹോ. പ്ലാസ്റ്റിക്കിനോട് വേണ്ട എന്ന് പറയുക. പ്രകൃതി കോ തും അപ്നാലോ. പ്രകൃതിയെ നിങ്ങൾ സ്വീകരിക്കുക.
നെക്സ്റ്റ് വൺ സന്ദേശ് വാക്കി जोड़कर പരിസ്ഥിതി സംരക്ഷൺ पर പോസ്റ്റർ ഓർ ഡിജിറ്റൽ പോസ്റ്റർ ബനാ. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അടുത്തതായി നമുക്ക് ഇതെഴുതിയ ലേഖകനെക്കുറിച്ച് നോക്കാം. ഗാലിബ് കലീം. ജന്മ 6 जून 1984. ഗാലിബ് കലീം കാ ജന്മ ബീഹാർ മേം ഹുവ. ഗാലിബ് കലീമിൻ്റെ ജന്മം ബീഹാറിലായിരുന്നു. ഉന്നെ ഘൂംനെ ഫിർനെ കാ ഷോക്ക് ബച്പൻ സേ ഹി ദാ. അദ്ദേഹത്തിന് ഘൂംനെ ഫിർന എന്ന് വെച്ചാൽ എല്ലായിടത്തും കറങ്ങാനൊക്കെ ഓരോ സ്ഥലങ്ങളെല്ലാം കാണാനുള്ള ഷോക്ക് എന്ന് വെച്ചാൽ ഇഷ്ടം ബച്പൻ സേ ഹി ഥ കുട്ടിക്കാലത്ത് തൊട്ടേ ഉണ്ട്. ഉൻകാ മാന്ന ഹെ കി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ജോ ചീസേം ഹം കിതാബോമേം പഠിത്തേ ഹെ നമ്മൾ ബുക്കുകളിൽ വായിച്ച് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഘൂംനേക്ക് ദൗരാൻ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ചുറ്റി കാണുമ്പോഴൊക്കെ അപ്നി ആങ്കോക്കെ സാമനെ ഉനെ ദേഖ്നെ അതൊക്കെ നമ്മുടെ കണ്ണുകളുടെ മുൻപിൽ അതായത് നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. സാമനെ ഉന്നെ ദേഖ്നെ ഏക്ക് അലഗ് അനുഭവം ഹോത്താ ഹെ. അങ്ങനെ നമ്മൾ ബുക്കുകളിൽ വായിച്ച് പഠിക്കുന്ന കാര്യം നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേകതരം അനുഭവമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വേ സിർഫ് ഖൂബ്സൂരത് നസാരെ ഹി നഹി. അത് കാണാൻ നല്ല ഭംഗിയുള്ളത് മാത്രമല്ല ദേഖ്തേ നഹി ദേഖ്തേ ബൽക്കി വഹാക്കെ ലോകം അത് നമുക്ക് കണ്ണുകളിൽ കാണാൻ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രമല്ല പിന്നെയോ അവിടുത്തെ ജനങ്ങൾ ഉൻകി കല അവരുടെ കല സംസ്കൃതി അവരുടെ സംസ്കാരം അവർ ഗാൻ പാൻ കോബി അവരുടെ ആഹാര രീതികൾ ഇതെല്ലാം നസ്ദീക് സേ ദേഖ്തേ നമുക്ക് അടുത്ത് നിന്ന് കാണാം. ഔർ സമജ്തേ ഹെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഉൻകി രചനായേം അദ്ദേഹത്തിൻ്റെ രചനകൾ അക്സർ ബാൽ പത്രികാവോമേം പ്രകാശിത് ഹോത്തെ ഹെ മിക്കവാറും ഏത് പ്രസിദ്ധീകരണത്തിലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും രചനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്